അസ്സലാമു അലൈക്കും. മറ്റൊരു പുണ്യ റമളാന് കൂടി തുടക്കമായി. ഈ സമയത്ത് ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും ഒക്കെ ആയിട്ടുള്ള സ്ത്രീകൾ ഒപിയിൽ വരുമ്പോൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്, നോമ്പെടുക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത്. അതുതന്നെയാണ് ഇന്നത്തെ വിഷയം. ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും നോമ്പെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആർക്കൊക്കെ നോമ്പെടുക്കാം, ആർക്കൊക്കെ ഇതിൽ നിന്നും വിട്ടുനിൽക്കാം എന്നുള്ളത്. ഇസ്ലാം നിയമവിധി പ്രകാരം ഇത്തരത്തിലുള്ള സ്ത്രീകൾക്ക് നോമ്പിൽ ഇളവ് കൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അധിക ആളുകളും ഈ റമളാൻ മാസത്തിൽ നോമ്പെടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഒരു ഗർഭിണിയെ സംബന്ധിച്ചിടത്തോളം സാധാരണയായി കാണുന്ന പ്രശ്നങ്ങളാണ് ആദ്യ 3 മാസത്തിലുള്ള ഗ്യാസ്ട്രൈറ്റിസ്, ഛർദി തുടങ്ങിയ പ്രോബ്ലംസ്. ഇത്തരത്തിലുള്ള ആളുകളുടെ ശരീരത്തിൽ പൊതുവെ വെള്ളത്തിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. ഇപ്രാവശ്യത്തെ 2025 നോമ്പ് മാർച്ച് മാസകാലത്തായതുകൊണ്ട് തന്നെ വളരെയധികം ചൂടുള്ള ഒരവസ്ഥയാണ്. ഇങ്ങനെയുള്ള സ്ത്രീകൾ ഈ 3 മാസത്തിൽ നോമ്പെടുക്കാതിരിക്കുന്നതാണ് ഉത്തമം. ഇനി അടുത്ത 3 മാസത്തിലേക്ക് കടക്കുമ്പോൾ കൂടുതൽ ആളുകൾക്കും കണ്ടുവരുന്ന 2 പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് ഷുഗർ, പ്രഷർ തുടങ്ങിയവ. അപ്പോൾ ഷുഗർ ഉള്ള സ്ത്രീകളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, കൂടുതൽ സമയം ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ഷുഗർ പരിധിയിലധികം താഴ്ന്നു പോവുകയും നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ പരിധിയിലധികം ഷുഗർ കൂടുകയും ചെയ്യും. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് ഡീഹൈഡ്രേഷൻ അഥവാ ശരീരത്തിൽ നിർജ്ജലീകരണം കാരണം കീറ്റോസിസ് പോലുള്ള പ്രോബ്ലംസും വരാം. അതുകൊണ്ട് ഷുഗർ ഉള്ളവരും ഷുഗറിന് മരുന്ന് കഴിക്കുക, ഇൻസുലിൻ എടുക്കുക തുടങ്ങിയ കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരും നോമ്പെടുക്കുന്നത് വിട്ടുനിൽക്കുന്നതാണ് നല്ലത്. പ്രഷറിന് വേണ്ടി മരുന്ന് കഴിക്കുന്ന ആളുകൾ അവരുടെ മരുന്നിൻ്റെ സമയത്തിനനുസരിച്ച് ഒരു തീരുമാനം എടുക്കുക. ഇനി അവസാന 3 മാസത്തിലേക്ക് കടക്കുമ്പോൾ കൂടുതലായി ശരീരത്തിൽ ഭക്ഷണവും വെള്ളവും കുറയുന്ന സാഹചര്യത്തിൽ കുട്ടിക്ക് വളർച്ചക്കുറവ്, വെള്ളത്തിൻ്റെ അതായത് അമ്നിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ അളവ് കുറഞ്ഞു കാണുക, അതുപോലെ തന്നെ കുട്ടി മഷി ഇളക്കുക തുടങ്ങിയ പ്രോബ്ലംസും കണ്ടുവരാറുണ്ട്. 100% സ്ത്രീകളിലും എല്ലാ പ്രശ്നങ്ങളും കടന്നു വരണമെന്നില്ല, എങ്കിൽ കൂടി ഇത്തരം പ്രോബ്ലംസ് നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ട് ഓരോ സ്ത്രീകളും, പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഓരോ യുവതികളും നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ഒന്ന് ചർച്ച ചെയ്തതിന് ശേഷം മാത്രം നോമ്പെടുക്കുന്ന കാര്യത്തിൽ തീരുമാനിക്കുക. നോമ്പെടുത്തത് കൊണ്ട് മുഴുവനായി പ്രോബ്ലംസ് വരണമെന്നില്ല. ഒന്നിടവിട്ട ദിവസങ്ങളിലോ അല്ലെങ്കിൽ 2-3 ദിവസം കൂടുമ്പോഴോ ഒക്കെയായി നിങ്ങൾക്ക് നോമ്പെടുക്കാം. നിങ്ങളുടെ ശരീരത്തിൻ്റെ അവസ്ഥകൾ കൂടി പരിഗണിച്ച് നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഭാവിയെ കൂടി മനസ്സിലാക്കിക്കൊണ്ട് തീരുമാനമെടുക്കുക. അതുപോലെ തന്നെ ഗർഭിണികളിൽ കൂടുതലായി കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് മലബന്ധം അഥവാ കോൺസ്റ്റിപ്പേഷൻ. ശരീരത്തിൽ വെള്ളത്തിൻ്റെ അളവ് കുറയുന്നത് മൂലം കോൺസ്റ്റിപ്പേഷൻ ഗണ്യമായി കൂടുന്നു. ഈ നോമ്പ് നോൽക്കുന്ന കാലത്ത് രാത്രികാലങ്ങളിൽ നോമ്പ് തുറന്ന് പിറ്റേ ദിവസം അത്താഴം വരെയുള്ള സമയത്ത് നന്നായി വെള്ളം കുടിക്കാനും പച്ചക്കറികളും പഴങ്ങളും കൂടുതൽ കഴിക്കാനും എണ്ണയിൽ പൊരിച്ചിട്ടുള്ള സ്നാക്സ് പോലുള്ള ഐറ്റംസ് കുറയ്ക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മുലയൂട്ടുന്ന അമ്മമാർ ആദ്യത്തെ 6 മാസം കുഞ്ഞിന് മുലപ്പാൽ മാത്രമാണ് നൽകേണ്ടത്. ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ വെള്ളവും ഭക്ഷണവും ശരീരത്തിൽ ഇല്ലാതെ വരുമ്പോൾ മുലപ്പാലിൻ്റെ അളവിൽ ഗണ്യമായ കുറവ് വരിക, കുഞ്ഞ് മൂത്രമൊഴിക്കുന്നതിൻ്റെ അളവ് കുറയുക, കുഞ്ഞിന് കൂടുതൽ ദാഹം, വിശപ്പ് പോലുള്ള പ്രോബ്ലംസ് കാണുക. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നോമ്പിൽ നിന്ന് വിട്ടു നിൽക്കുക. അല്ലാത്ത സമയം നിങ്ങൾക്ക് നന്നായി ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും കഴിയുന്നുണ്ടെങ്കിൽ, ഈ കണ്ടീഷൻസ് ഒക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നോമ്പെടുക്കുന്നതിൽ പ്രശ്നമില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം. എന്നിരുന്നാലും ഒരു ഡോക്ടറുടെ സഹായത്തോടു കൂടി മാത്രം തീരുമാനമെടുക്കുക. സ്വന്തം ആഗ്രഹപ്രകാരം നോമ്പ് നോറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാതിരിക്കുക. താങ്ക് യു.